ശബരിമലയിലെ നേരിട്ടുള്ള വിവരങ്ങളിലേക്ക് കൂടി പോകാം. അത് CK അഭിലാലായിരിക്കും നമ്മൾക്ക് നൽകുന്നത്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ്. സന്നിധാനത്തും സമാനമായ രീതിയിൽ തന്നെയാണ് അമിക്കസ് ക്യൂറിയുടെ പരിശോധന. അത് ഇന്നും തുടരുന്നതായിരിക്കും. ആരൊക്കെ ഒപ്പമുണ്ടാകും? എങ്ങനെയായിരിക്കും പരിശോധന? ആകെ 3 ദിവസത്തെ പരിശോധനകളാണ്. ഇന്ന് 2ാം ദിവസമാണ്. ശബരിമല സ്ട്രോങ് റൂമിലെ പരിശോധന ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചിങ്ങമാസത്തിൽ നവീകരണത്തിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി പിന്നീട് കഴിഞ്ഞ മാസം തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളികളുടെ പരിശോധന ഇന്ന് ഉണ്ടാകും. അതിനുവേണ്ടിയാണ് സ്മാർട്ട് ക്രിയേഷൻസിനും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചേരാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപട്ടികയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ രാത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. അതേസമയം ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ തന്നെയാണ്. പ്രതികരണം ഏതും ഉണ്ടായിട്ടില്ല എന്നതിനാൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം എത്തിച്ചേരാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ഇന്നും സന്നിധാനത്തെ പരിശോധനകൾ തുടരുക. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശ ധാരണ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്കടക്കം അവിടേക്ക് പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി തന്നെ തീരുമാനിച്ച ഘട്ടത്തിൽ പരിപൂർണമായി സീൽ ചെയ്ത കവറിലായിരിക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്താനുള്ള സാധ്യത. അമിക്കസ് ക്യൂറിയെ കൂടാതെ തന്നെ ശബരിമല സ്പെഷ്യൽ ഓഫീസർ, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ, ദേവസ്വത്തിൻ്റെ സ്മിത്ത്, ഒപ്പം വിജിലൻസിന്റെ പ്രതിനിധി എന്നിങ്ങനെ മറ്റ് 6 ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ അമിക്കസ് ക്യൂറിയും അടങ്ങുന്ന സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം നടത്തുന്നത്. ദേവസ്വം മാനുവലിൽ ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അമൂല്യങ്ങളായ വസ്തുക്കൾ എല്ലാം തന്നെ സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. 2019 നവീകരണത്തിനായി കൊണ്ടുപോയ പാളികളല്ല തിരികെ എത്തിച്ചതെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ ഇന്നത്തെ പരിശോധനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നാളെ ശബരിമലയുടേതായി ആറന്മുളയിലുള്ള സ്ട്രോങ് റൂമിലും അമിക്കസ് ക്യൂറിയുടെ പരിശോധന ഉണ്ടാകും.